നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നഗരോപന്തമാശ്രിത്യ, ആ നഗരത്തിൻ്റെ ഒരു അരികിൽ, ഹൃദയഭാഗത്തിലല്ല, അതിൻ്റെ ഒരു അരികിൽ. കാരണം അവിടെ കോലാഹലം നടക്കുമ്പോൾ, തീ വെച്ച് നശിപ്പിക്കാനാണല്ലോ കോലാഹലം നടക്കുമ്പോൾ, പെട്ടെന്ന് ആളുകൾ ഓടിയെത്തിയിട്ട് അതിനെ തീ മുഴുവൻ ആളി പടരുന്നതിന് മുമ്പ് തല്ലിക്കെടുത്തി കളയരുത്. അതുകൊണ്ടാണ് നഗരത്തിൻ്റെ ഒരു വശത്ത് ആളുകൾ ഓടിയെത്തുമ്പോഴേ കുറെ സമയമാകും. അങ്ങനെ അതിൻ്റെ ഒരു വശത്ത് കാരയേധാ മഹാധനം, വളരെയേറെ സമ്പത്ത് ചെലവാക്കി, അതിന് വേണ്ട സമ്പത്ത് മുഴുവൻ ഞാൻ നന്നായിരിക്കും, എത്ര പണം വേണമെങ്കിലും ചെലവാക്കിയിട്ട് അങ്ങേയറ്റം വിലപ്പെട്ട ഒരു കൊട്ടാരം പണിയണം. കൊട്ടാരം കാണുമ്പോൾ ആർക്കും മോഹം തോന്നണം അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്? അത് പെട്ടെന്ന് തീ ആളിപ്പടരുന്ന പദാർത്ഥങ്ങൾ, അങ്ങനെയുള്ളതായ തടികൾ, ചണം, കോലരക്ക് തുടങ്ങിയതായ ദ്രവ്യങ്ങൾ, എന്തെന്തൊക്കെയാണോ ആഗ്നേയാനി, പെട്ടെന്ന് തീ ആളിപ്പടരുന്നത്, അങ്ങനെയുള്ളതായ പദാർത്ഥങ്ങൾ കൊണ്ട് ആ ചുവരുകളും സർവവും മച്ചും എല്ലാം നീ ഉണ്ടാക്കണം. പക്ഷേ അതിങ്ങനെ തീ പെട്ടെന്ന് ആളിപ്പടരുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന് പരീക്ഷിച്ച് നോക്കിയാൽ പോലും ആർക്കും വെളിവാകരുത്. അത്ര സമർത്ഥമായിട്ട് നീ അത് ചെയ്യണം. അത് കഴിഞ്ഞ് പാണ്ഡവന്മാർ അവിടെ എത്തുമ്പോഴേക്കും നീ അവരെല്ലാം സ്വീകരിച്ച് സൽക്കരിച്ച് രമണീയമായ ഈ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കണം. അവർക്ക് വേണ്ടുന്നതായ സിംഹാസനാദികളും കട്ടിലും എല്ലാം അതിനകത്തുണ്ടാവണം. ഈ കൊട്ടാരത്തിൽ എങ്ങനെയാണോ അതിനേക്കാളും കേമമായിട്ട് അവിടെ എല്ലാം നീ സജ്ജീകരിക്കണം. അച്ഛൻ അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഉണ്ടെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ ഇത്രയേറെ സജ്ജീകരണങ്ങളുണ്ട് എന്ന് അറിയുമ്പോഴേ അദ്ദേഹത്തിന് സമാധാനമാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യണം. പാണ്ഡവന്മാർക്ക് ഒരു ലേശം പോലും സംശയം ഉണ്ടാവരുത്. അവരവിടെ സുഖമായിട്ട് വസിച്ച് ആ വരണാവതത്തിലെ ഉത്സവമെല്ലാം ആസ്വദിക്കട്ടെ. അവർ സന്തോഷത്തോടെ ധൈര്യമായിട്ട് വസിക്കുന്നു എന്ന് ഉറപ്പ് വന്നാൽ, അവരവിടെ സുഖമായി വസിക്കുന്ന കാര്യത്തിൽ നാട്ടുകാർക്കും ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, പിന്നെ നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ജ്ഞാത്വാചതാൻ സുവിശ്വസ്താൻ ശയാനാനകുതോ ഭയാൻ അഗ്നിസ്ത്വയാ തതോ ദേയോ ദ്വാരതസ്തസ്യ വിസ്മനഃ. അവിടെ ആ കൊട്ടാരത്തില് പാണ്ഡവന്മാര് സുഖമായിട്ട് താമസിക്കുമ്പോൾ, ദീർഘകാലം താമസിക്കുമ്പോൾ, അവർക്ക് ഒരു ഭയവും കൂടാതെ അവർ ഏതെങ്കിലും പ്രകാരത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കും, അവരെ ചതിക്കും എന്നുള്ളതായ ഭയം ഒന്നുമില്ലാതെ അവർ വസിക്കുമ്പോൾ, പിന്നെ അവര് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ഗൗരവം വയ്ക്കില്ല. അങ്ങനെ അവർ താമസിക്കുമ്പോഴേക്കും നാട്ടുകാർക്കും വിശ്വാസം ഉണ്ടാവണം ഇവർ സുഖമായി വസിക്കുന്നു എന്ന്. ഹസ്തനാപുരത്തുള്ളവർക്കും വിശ്വാസം ഉണ്ടാകണം ഇവരവിടെ സുഖമായി വസിക്കുന്നു എന്ന്. അങ്ങനെ എല്ലാവർക്കും വിശ്വാസമായി കഴിയുമ്പോൾ അഗ്നിസ്ത്വയാ തതോ ദേയോ ദ്വാരതസ്തസ്യ വിസ്മനഃ, ആ കൊട്ടാരത്തിന്റെ വാതിലില് നീ ഒരു രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തില് തീ വയ്ക്കണം. രക്ഷപ്പെടാനും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ. അവിടെയാണ് തീ വയ്ക്കുന്നത്. തീ വളരെ വേഗത്തിൽ ആളിപ്പടരും. രക്ഷപ്പെടാൻ ആ വാതിലിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനാവില്ല, ആ തീയിൽപ്പെട്ട് മരിച്ചു പോവുകയുള്ളൂ. അങ്ങനെ പാണ്ഡവന്മാരെ നീ അവിടെ വച്ച് ഇങ്ങനെ തന്ത്രപരമായി സംഹരിക്കണമെന്ന് പറഞ്ഞപ്പോ, ഉപദേശിച്ചപ്പോ വളരെ സന്തോഷം പൂണ്ടു പുരോചനൻ. സ തഥേതി പ്രതിജ്ഞായ കൗരവായ പുരോചനൻ ആ കൗരവ രാജാവായിരിക്കുന്ന ദുര്യോധനോട് അങ്ങനെ തന്നെ
എല്ലാം അങ്ങ് പറഞ്ഞിരിക്കുന്ന പ്രകാരത്തിൽ ഞാൻ നടപ്പിലാക്കുന്നുണ്ട് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, രഥത്തിൽ പുരോചനൻ ആ വാരണാവതത്തിലേക്ക് പാണ്ഡവന്മാരെത്തുന്നതിനും വളരെ മുമ്പേ അവിടെ എത്തണം. അതിനു വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ അയാൾ അങ്ങോട്ട് പുറപ്പെട്ടു. ഇതാണ് ഈ ആസുരീ സമ്പന്നന്മാരുടെ മനസ്സിൻ്റെ ഘടന. അവർക്ക് സത്യമെന്നുള്ളതില്ല. അവരുടെ ഉള്ളിൽ ലോകത്തെ നശിപ്പിച്ച് തൻ്റെ അധികാരവും സുഖവും നേടാൻ വേണ്ടിയിട്ടുള്ള കപടതന്ത്രങ്ങളേയുള്ളൂ. ആ കപടതന്ത്രങ്ങൾ നടപ്പിലാക്കാൻ ആരെയൊക്കെയാണോ താൻ ചട്ടുകമായിട്ട് ഓരോരോ ഘട്ടങ്ങളിൽ വിനിയോഗിക്കുന്നത് അവരെ പോലും അറിയിക്കാതെ ഭാഗികമായി മാത്രമേ ഓരോരുത്തരെ അറിയിക്കൂ. ആരെ നശിപ്പിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത് അവരോട് നല്ല കള്ളം പറഞ്ഞ് അങ്ങേയറ്റത്തെ സ്നേഹം നടിച്ച് അവരെ ആ ആപത്തിലേക്ക് തള്ളിവിടും. ഇങ്ങനെ പാണ്ഡവരെ ആപത്തിലേക്ക് തള്ളിവിട്ടു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ, ഭഗവത് അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ട്. അതുകൊണ്ട് വിതുരരുടെ ഉപദേശം അവർക്ക് ഫലിച്ചു. വിതുരരുടെ സഹായവും അവിടെ വന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി പാണ്ഡവന്മാര്. പിന്നെ തിരിച്ച് ലോകത്തിന്റെ മുന്നിൽ കാണപ്പെടുന്നത് ദ്രുപദന്റെ ബന്ധുക്കളായിട്ടാണ്. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആസുരീ ബുദ്ധികളെ കുറിച്ച് പറഞ്ഞത്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യത്തെ. ഇനിയുമുണ്ട് ഈ ആസുരീ സമ്പന്നരുടെ സ്വഭാവവിശേഷങ്ങൾ. അത് തുടർന്ന് ഗീതാശ്ലോകങ്ങളിൽ 16-ാം അധ്യായത്തിലെ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ദൃഷ്ടാന്തങ്ങൾ ഈ മഹാഭാരതത്തിനകത്ത് പലയിടങ്ങളിലായിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് നന്നായി മനസ്സിലാക്കാൻ പാകത്തിന് നേരിട്ട് കാണാം. എന്നാൽ സത്യം തേഷു വിദ്യത എന്ന് പറയുമ്പോൾ അത് ഈ ദൃശ്യമായ കഥ കൂടി മുന്നിൽ വരുമ്പോഴേക്കും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നു എന്താണ് ഇവരുടെ ഉള്ളിൽ സത്യം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്. ഇങ്ങനെയാണ് ഗീതയും അതേപോലെ തന്നെ മഹാഭാരതവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗീതാ തത്വങ്ങൾ അറിയാൻ മഹാഭാരതം പഠിക്കണം. മഹാഭാരതത്തെ ഭംഗിയായി മനസ്സിലാക്കാൻ ഗീതയെ നാം പഠിക്കണം. അതാണ് ഗീതാഭാരതത്തിൻ്റെ പരിശ്രമം. ഇത് ഭഗവത്ഗീതയുടെ ഒരു പുതിയ വ്യാഖ്യാനമാണ്. ഇത് മഹാഭാരതത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനമാണ്. നമുക്ക് ഇക്കാര്യം തുടരാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ശ്ലോകത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ദിവസത്തേക്ക് മറ്റനേകം വളരെ പ്രധാനപ്പെട്ടതായ ജോലികൾ ഉള്ളതുകൊണ്ട് ഈ നമ്മളുടെ ലൈവ് സംപ്രേഷണം കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ആരംഭിക്കും. ഗീതാ ഭാരത് എന്നുള്ള ലൈവ് സംപ്രേഷണം ആരംഭിക്കും. എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ ആയിക്കഴിഞ്ഞു. അത് ഹിന്ദു വിശ്വയിൽ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ മാസികയാണത്. അതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ. ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇനി അത് ബാക്കി കുറേയേറെ അധ്യായങ്ങൾ എഴുതാനുണ്ട്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ദിവസം അതിനു വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഗീതാഭാരതം തൽക്കാലം ഒന്ന് നിർത്തിവെക്കുന്നു. ഇതുവരെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നത് വളരെയേറെ സന്തോഷകരമായിരിക്കും, പ്രയോജനപ്രദമായിരിക്കും. ജൂൺ മാസം 2023 ജൂൺ മാസം 21-ാം തീയതിയാണ് ഗീതാഭാരതത്തിൻ്റെ ക്ലാസ് ലൈവായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ തുടങ്ങിയത്. അത് പല തവണകളായിട്ട് നമ്മൾ ചെയ്തു. അത് മുഴുവൻ സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഇതിൽ വരുന്ന ആളുകളും പഴയ ക്ലാസ്സുകൾ ചെന്ന് നോക്കി സ്ക്രോൾ ചെയ്ത്
എത്തി അത് കേൾക്കണം. എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പിടികിട്ടുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. സത്യാനന്ദ സംസ്കൃതി സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ വരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഏതാനും നാളുകൾ, ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിതേപോലെ എല്ലാ ദിവസവും രാത്രി 8:30 ഗീതാഭാരതത്തിൻ്റെ ലൈവ് സംപ്രേഷണത്തിന് ഒരുമിച്ച് കൂടാം. എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട വലിയൊരു ജോലി, സ്വാമിജിയുടെ ജീവചരിത്രം എഴുതി വെക്കുക എന്നുള്ളത്, അതിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും അനുവദിക്കണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.